കണ്ണൂര് ആദ്യ കലാശപ്പോരിനിറങ്ങുകയാണ് സൂപ്പർ ലീഗിന്. എനിക്കൊപ്പം ശ്രീ ഷഫീഖ് ഹസൻ, കണ്ണൂരിന്റെ തന്ത്രങ്ങൾ മെനയുന്നത് അവരുടെ അസിസ്റ്റന്റ് കോച്ച്, നമ്മുടെ പ്രിയപ്പെട്ട കേരളത്തിന്റെ പുതിയ സന്തോഷ് ട്രോഫിയുടെ നമ്മുടെ പരിശീലകൻ ഷഫീഖ് സാർ. കാലിക്കറ്റങ്ങ് കഴിഞ്ഞു നമ്മൾ. അങ്ങനെ പറയാൻ പറ്റില്ല, അൽഹംദുലില്ലാ. അവരായിരുന്നു നല്ല സൈഡ്. പക്ഷേ ഫുട്ബോളാണ്, നോക്കൗട്ടാണ്. നോക്കൗട്ടിലെ കളി എപ്പോഴും ഡിഫറെൻ്റ് ആയിരിക്കും. ക്രെഡിറ്റ് ഗോസ് ടു ദ പ്ലെയേഴ്സ്. അവരുടെ ഹാർഡ് വർക്ക് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അവരെ നമ്മൾ സെറ്റ് ബാക്കിൽ നിന്ന സമയത്തും ടീമിനെ തിരിച്ചു കൊണ്ടുവരാനും അതിന്ന് സെമി ഫൈനലിലേക്ക് ക്വാളിഫൈ ചെയ്യാനും ആ സെമി ഫൈനലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വി ആർ ദ വിന്നർ എന്നുള്ളൊരു കോൺസെപ്റ്റ്, ഒരു മെൻറ്റാലിറ്റി അവർക്കുണ്ടായി. അത് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എന്നിലും എൻ്റെ ഹെഡ് കോച്ചിലും എൻ്റെ ബാക്കി ടെക്നിക്കൽ സ്റ്റാഫിലും അർപ്പിതമായിട്ടുള്ള ജോലി. അത് ചെയ്തു, കളിക്കാർ കളിച്ചു, നമുക്ക് ഗോൾ സ്കോർ ചെയ്യാൻ പറ്റി, നന്നായി ഡിഫെൻഡ് ചെയ്തു, ക്ലീൻ ഷീറ്റോട് കൂടിയിട്ട് നമുക്ക് മാച്ചിലേക്ക് വരാൻ പറ്റി. അൽഹംദുലില്ലാ. 70-ാം മിനിറ്റിൽ ഒരു പെനാൽറ്റി കിട്ടുന്നു. അത്രയും ക്രൂഷ്യലായ ഒരു മാച്ച്. ആ മാച്ചിൽ മുഹമ്മദ് സിനാൻ എന്ന് പറയുന്ന ഒരു യുവതാരത്തെ കൊണ്ട് ആ കിക്ക് എടുപ്പിക്കുന്നു. ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയി. സിനാൻ വരുന്നു. പക്ഷെ സിനാനെ നമുക്ക് കഴിവ് നമുക്കറിയാം, ഏത് നിമിഷം ഗോളടിക്കാം. പക്ഷെ ഒരുപാട് സീനിയേഴ്സ് ആയിട്ടുള്ള താരങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ സിനാൻ വന്ന് വലകിലിക്കിയപ്പോൾ അതിനൊരു വല്ലാത്ത ചന്തം ഉണ്ടായിരുന്നു. സിനാനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് എനിക്കൊരു കളിക്കാരെ റെഫർ ചെയ്തതാണ്. ഇങ്ങനെ കണ്ണൂരിലൊരു കളിക്കാരനുണ്ട് എന്നുള്ളത്. കാരണം ക്ലബിൻ്റെ ഫിലോസഫി തന്നെ കണ്ണൂരിലെ കളിക്കാരെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ വരാൻ പറഞ്ഞു. രണ്ടാമത്തെ ദിവസം ഞാൻ പറഞ്ഞു സ്പോർട്ടിംഗ് ഡയറക്ടറോട് ഒന്ന് സൈനിങ്. ഒരു സംശയമില്ല. രണ്ടാം ദിവസം പറഞ്ഞു സൈനിങ്. അത് സിനാൻ പൂട്ടി ഒപ്പുവെച്ചോളം പറഞ്ഞു. കാരണം ആ ഹൃദയമുണ്ട്, ആ ഹൃദയം കുറച്ച് വലുതാണ്. അത് ഓടാനുള്ള വില്ലിങ്നെസ് ഉണ്ട് ഗ്രൗണ്ടിൽ, മരിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഏത് കളി നോക്കിയാലും അറിയാം, ഡിഫൻഡിലാണെങ്കിലും ഒഫൻഡിങ്ങിലാണെങ്കിലും ആൾ എല്ലായിടത്തും എത്തുന്നുണ്ട്. ആ വിട്ടുകൊടുക്കാനില്ലാത്ത കണ്ണൂരുകാരുടെ ആ ഒരു മനോഭാവം ഉണ്ടല്ലോ, അത് തന്നെയാണ് ഏതൊരു കോച്ചും ആഗ്രഹിക്കുന്നത്. അപ്പോൾ പെനാൽറ്റി വന്നു കഴിഞ്ഞാൽ സിനാൻ തന്നെ ഫസ്റ്റ് എടുക്കണം എന്നുള്ള നമ്മുടെ ചോയ്സാണത്. ഈ കോഴിക്കോട്ടെ മൈതാനം ഇന്നൊരു കണ്ണൂർ നഗരമായിരുന്നെങ്കിലേ, ഒരേ സമയത്ത് തലശ്ശേരിയിലും അതേ സമയത്ത് കൽട്ടക്സ് ജംഗ്ഷനിലും അതിനപ്പുറത്ത് പയ്യന്നൂരും സിനാനെ കണ്ടു എന്ന് പറയേണ്ടി വരും. അതായത് ഈ പോസ്റ്റിൽ ഈ മൂലയ്ക്കും ആ മൂലയ്ക്കും അങ്ങേയറ്റത്തൊക്കെ സിനാൻ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും. അതിലെ ഏറ്റവും രസകരമായ കാര്യം, ഞങ്ങൾ കോഫി കുടിക്കാൻ പോകുന്ന സമയത്ത് പുറത്തേക്ക് ഒരാൾ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ അനിയൻ 6 വയസ്സാണ്, അവൻ പറയണത് എനിക്ക് സിനാനായിട്ട് ഒരു 6 വർഷം കൂടി കഴിയുമ്പോൾ കണ്ണൂർ വാരിയേഴ്സിൽ കളിക്കണമെന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സിനാന് സാധിച്ചിട്ടുണ്ട്. അത് ആ കളിക്കാരൻ്റെ എഫേർട്ടാണ്. അതിൽ കോച്ചുമാർക്കുള്ള പങ്ക് എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈ ചെയ്യുക, അവർക്ക് കളിക്കാനുള്ള അവസരം കൊടുക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ ചെയ്തു. ബാക്കിയെല്ലാം ക്രെഡിറ്റ് അവർക്ക് തന്നെയാണ്. സന്തോഷ് ട്രോഫി കോച്ച് എന്ന നിലയിൽ ഇത്തവണ കുറെ കൂടി കാര്യങ്ങൾ ഈസി ആവുമല്ലോ. കാരണം എല്ലാ താരങ്ങളെയും നമ്മൾ കൺമുന്നിൽ കാണുവാണല്ലോ. ഇനി പിക്ക് ചെയ്താൽ മതി. ഒന്നും ഈസി അല്ല ഫുട്ബോളിൽ. നമ്മൾ ആരും പ്രഡിക്റ്റ് ചെയ്തിട്ടുള്ളതല്ല. നമ്മൾ ഇത്രയും നല്ലൊരു ടീം, ടേബിൾ ടോപ്പറായ ടീം, ഡോമിനൻസ് ഉണ്ടായിരുന്ന ഒരു ടീം സെമി ഫൈനലിൽ തോക്കുന്നുള്ളൂ. ഫുട്ബോളാണ്. ഫുട്ബോളിൽ നമ്മൾ കളിക്കാർ വർക്ക് ചെയ്യണം. കോച്ചിന് ലിമിറ്റേഷൻ ഉണ്ട്. കോച്ച് പുറത്താണ് നിൽക്കുന്നത്. അകത്ത് കളിക്കേണ്ട കളിക്കാർ കളിച്ചാൽ നമുക്ക് എല്ലാ ചാമ്പ്യൻഷിപ്പും വിൻ ചെയ്യാൻ പറ്റും. അപ്പം അതിലും സന്തോഷ് ട്രോഫിയിലും ഇതുപോലെ സന്തോഷ നിമിഷങ്ങൾ നമുക്ക് ഉണ്ടാവട്ടെ. ഒരുപാട് മുന്നോട്ട് പോട്ടെ. കലാശപ്പോരിൽ കണ്ണൂർ കപ്പെടുക്കട്ടെ കേട്ടോ. ഞങ്ങൾ എത്താം അങ്ങോട്ട്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ജിഷ്ണുവിനൊപ്പം മഹേഷ് പോലൂർ, മീഡിയ.